ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കൊടുമ്പിരി കൊള്ളുമ്പോൾ അതിനിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷിയുമായ ഒമാനെതിരെ ഒരു കടുത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചത് ഈ കടലിടുക്ക് നിയന്ത്രിക്കാൻ ഒമാനും ഇറാനും തമ്മിൽ ഒരു ധാരണ എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളെ കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് അങ്ങനെ ഒമാൻ തുനിയുകയാണെങ്കിൽ ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തെത്താൻ തകർത്ത് കളയും. ഒരാൾക്കും ഈ ഹോർമിസ് കടലിടുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ഇതൊരു അന്താരാഷ്ട്ര ജലപാതയാണ്, ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അത് പൂർണ്ണമായും താൻ തകർത്ത് കളയുമെന്നാണ് പറയുന്നത്. ഏതായാലും സഖ്യകക്ഷിക്ക് നേരെ പോലും ഒരു വലിയ ഭീഷണിയാണ് ഇപ്പോൾ ട്രംപ് ഉയർത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഒമാൻ കഴിഞ്ഞ കുറെ കാലമായി അമേരിക്ക ഇറാൻ ഈ യുദ്ധത്തിന്റെ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ട്രംപിന്റെ പുതിയൊരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത്. അതായത് സഖ്യകക്ഷികൾക്ക് നേരെ പോലും ട്രംപ് ഉറഞ്ഞു തുള്ളുന്ന ഒരു സാഹചര്യം. ട്രംപ് അത് പറയാനുണ്ടായ സാഹചര്യം ഒരുപക്ഷെ ഈ മാധ്യമപ്രവർത്തകരുടെ ചോദ്യമായിരിക്കാം അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. അതല്ല എങ്കിൽ ഇതിന്റെ ഇടനില നിൽക്കുന്ന ഒമാൻ അത്തരത്തിലൊരു നീക്കം ഇറാനുമായി ചേർന്നുകൊണ്ട് സംയുക്തമായി തന്നെ ഹോർമുസ് കടലെടുക്ക് വീതിച്ചെടുക്കാൻ ഒരു നീക്കം നടത്തുന്നുണ്ടോ എന്നുള്ള സംശയവുമാകാം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.